ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു സെവനപ്പിൻ്റെ ചെറിയത് കുടിച്ചിട്ട് ഭയങ്കര ഗ്യാസ് ഇങ്ങോട്ടെടുക്കുക. അപ്പം അതല്ല, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? പകലിപ്പയ്ക്ക് തീരെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഈ രാത്രിയൊക്കെ വീഡിയോ എടുക്കണേ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ ബെല്ലൈക്കനില്ലേ, ഓൾ എന്ന ബെല്ലൈക്കൻ ഒന്ന് ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ചോറൊക്കെ കഴിച്ച് മക്കളൊക്കെ ഉറങ്ങി. ഞാൻ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണേ. നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാവണം. അപ്പോൾ റമദാനൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ നാളെ ഒക്കെ നമ്മളതിലേക്ക് കിടക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലും ഒരുക്കങ്ങളൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു നല്ലൊരു സമയത്ത് തന്നെ ഞാൻ എൻ്റെ ചെറിയ എന്താ പറയുക, നമ്മളെ മുന്നോട്ടുള്ള ജീവിത വരുമാന മാർഗം എന്നറിയുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ടൊരു വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് മക്കളെയൊന്നും എന്തായാലും ഇട്ടിട്ട് ജോലിക്ക് പുറത്ത് പോലൊന്നും നടക്കൂല. പരിഹസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ജോലിക്ക് പോയിക്കൂടെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരുപാട് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം എനിക്കെന്തായാലും എൻ്റെ മക്കൾ ചെറുതാണല്ലോ, അപ്പോൾ ഒരിട്ടിട്ട് വേറെ ആരെയും ഏൽപ്പിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് തന്നെ നമുക്ക് ഇട്ടിട്ട് പോയിട്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേരം കയറി വരൽ നടക്കില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം കണ്ടെത്തുക എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. നാടൻ കോഴിയിൽ കൂടെ തന്നെ ഒരു വരുമാനം ആക്കിയെടുക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു സെറ്റപ്പ് കൂട് വേണം. അതേപോലെ തന്നെ അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുപ്പിച്ച് ചെയ്യാനും ആക്കാനൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് നമുക്കൊന്നും എന്തെങ്കിലും ചെയ്യൽ നടക്കില്ല. ഞാൻ മുമ്പ് ചെയ്തതായിരുന്നു, 4 വർഷമായിട്ട് നിർത്തിയതാണ്. കാരണം 4-4.5 വർഷമായി ഇപ്പോൾ നിർത്തി വെച്ചിട്ട്. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുട്ടികളായി, ചെറുതൊക്കെ ആയി, അങ്ങനെ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ട്. കാരണം നമ്മളിത് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സെയിൽ ചെയ്യാനും നമ്മൾ ഇറങ്ങണം. ഇതിൻ്റെ മുട്ട കളക്ട് ചെയ്യാനും, അങ്ങനെ എന്താ പറയുക, നമ്മൾ വിരിയിച്ചിറക്കുന്ന കോഴികൾക്കുള്ള വിപണന മേഖല എവിടെയാണൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം ചെയ്യാൻ. അപ്പം പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് വീട്ടിലിരുന്നാണെങ്കിൽ ഒരു വരുമാനം വേണമല്ലോ. എന്നിപ്പോൾ നമുക്കൊരാളെ കൈ നീട്ടി ഞാൻ തരിയെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കെട്ടിയന്മാരോടാണെങ്കിൽ തന്നെ നമ്മളെ ആവശ്യങ്ങൾ നമുക്കത് ഉണ്ടാ ഇത് ഉണ്ടാന്നൊക്കെ, നമുക്ക് പെണ്ണുങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നമുക്കങ്ങനെ ചോദിച്ചാൽ ഇതാക്കി പോരോട് വാങ്ങുന്നതിനെക്കാട്ടിലും നമുക്കൊരു വരുമാനം നമ്മളെ കൈ കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണല്ലോ. നമുക്ക് ആരോടും ചോദിക്കേണ്ട, നമ്മളെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാനും നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനൊക്കെ നമുക്ക് ഉപകരിക്കുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണിപ്പോൾ. അത് മാത്രമല്ല കേട്ടോ, എനിക്കൊരു വരുമാനം വേണം. എൻ്റെ കുട്ടികൾക്കും എനിക്കും മുന്നോട്ട് നമുക്ക് നമ്മളതായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം വേണമല്ലോ. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഇതുകൊണ്ടൊന്നും ഇപ്പം നമുക്കൊരു വരുമാനം ഇതിൽ നിന്ന് ആയി കിട്ടണമെങ്കിൽ തന്നെ ചിലപ്പോൾ കുറേ ടൈം എടുക്കും. കാരണം നമുക്കത്ര വ്യൂസോ ഫോളോവേഴ്സോ ഒന്നും അങ്ങനെ ഇല്ലാത്തതാണല്ലോ. സബ്സ്ക്രൈബൊക്കെ കുറവാണ്. വ്യൂസ് വളരെ കുറവാണ്. കാരണം സബ്സ്ക്രൈബ് ഇനിയിപ്പോൾ 1000 ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ വീഡിയോസിനൊക്കെ മാക്സിമം വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുള്ളൂ. ഈ 1Kയും അതേപോലെ 800, 600 അല്ലെ 2K എന്നൊന്നും പറഞ്ഞാലൊന്നും ഇതിൽ നിന്ന് എന്താ പറയുക, ഈ യൂട്യൂബ് മോണിറ്റൈസ് ആയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം അതിൽ നിന്ന് എത്രത്തോളം ഏണിങ്സ് നമുക്ക് കയറും എന്നുള്ളത്. അപ്പം വളരെ ചുരുക്കം മാത്രമേ നമുക്ക് ഈ 1K ഒക്കെ ഇതിൽ നിന്ന് ഡോളർ കയറുള്ളൂ. അങ്ങനെ കയറുന്ന ഡോളറൊന്നും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു വരുമാന മാർഗം ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ മാസങ്ങൾ കഴിയും നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ. അപ്പോൾ
ആ ഒരു വരുമാനം അതിൻ്റെ വഴിക്ക് വരുമ്പം വരട്ടെ, നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാവുമല്ലോ, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അത് അതിൻ്റെ വഴിക്ക് വിടുന്നു. വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കും, കാരണം വീഡിയോ ഇടാണ്ടെന്നാലും പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയൊക്കെ എനിക്കുണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ, അതേപോലെ ഞാൻ 1 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ വെക്കില്ല, 30 ദിവസം ആ ഒരു സമയമാകുമ്പോഴേക്കും മുന്നേ നമ്മളതിനുള്ള സെയിൽ ചെയ്യാനുള്ള സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ കൂടുതൽ വെച്ചാൽ നമുക്ക് അതിൻ്റെ തീറ്റ ചിലവ് ഇപ്പോൾ താങ്ങാൻ കഴിയില്ല. കാരണം ഇപ്പം കോഴിത്തീറ്റ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചിലവാണല്ലോ. വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം പിന്നെ തീറ്റ ചിലവ് കൂടുതലാണെന്നുള്ളത്. അപ്പോൾ 1 മാസം നോക്കിയിട്ട് കൊടുക്കുക, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ അറിയിക്കും. പിന്നെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ള ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് അന്നേരം ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴികളെ നമുക്ക് നമ്മൾ എത്തിച്ചു തരും. പിന്നെ വണ്ടിയിൽ കൊണ്ടുത്തരാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ ഞാൻ കൊണ്ടുത്തരും. അപ്പം ഏതായാലും നോമ്പൊക്കെ കഴിയുമ്പോഴേക്കേ നമുക്കിത് സ്റ്റാർട്ടാവുള്ളൂ. ഇപ്പോൾ തുടങ്ങിയാലേ അന്നപ്പോഴേക്ക് നമുക്ക് സെയിൽ ചെയ്യാനാവുള്ളൂ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പം മുട്ട വിരിയിക്കാൻ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 21-22 ദിവസമാണല്ലോ ഇപ്പോൾ കോഴിമുട്ട വിരിഞ്ഞ് കിട്ടണമെങ്കിൽ. അപ്പോൾ അത് വിരിഞ്ഞ് കിട്ടിയാലും പിന്നെ നമുക്കത് കൊടുക്കണമെങ്കിൽ 1 മാസം ആവണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ നോമ്പ് പെരുന്നാളൊക്കെ കഴിയും എന്തായാലും. അപ്പോൾ ആ ഒരു സമയം ആയി കിട്ടും. പക്ഷെ ഇപ്പോഴേ തുടങ്ങിയാലേ അന്നപ്പോഴേക്ക് നമുക്ക് സംഭവം ക്ലിക്കാവുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ എന്താ പറയുക, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ. മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് ആക്കിയിട്ട് വേണം ചെയ്യാൻ, കാരണം അവരെയും കൊണ്ട് എനിക്ക് പോവൽ നടക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി അതിനും കണ്ടുപിടിക്കണം. അപ്പോൾ പിന്നെ മാക്സിമം നിങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നല്ല അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇടുക എന്നൊക്കെ ഉള്ളതാണ്. വീഡിയോ എന്തായാലും ഇടും. പിന്നെ വലിയ അതൊന്നും അല്ലെങ്കിൽ ചെറുതെന്തെങ്കിലുമൊക്കെ നമ്മൾ നോമ്പ് തുറക്കുന്നത് നോമ്പ് ഇതായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ എന്തെല്ലാം വിശേഷം, ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ് നിങ്ങളെ അറിയിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതായാലും ചീത്തയാണെങ്കിലും നിങ്ങളെ അറിയിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അറിയിച്ചാണ്. പിന്നെ എന്താ പറയുക, ഏതായാലും എന്താ പറയുക, വിവരങ്ങളൊക്കെ ഞാൻ വയ്യേ നിങ്ങളെ അറിയിക്കും. അതിൻ്റെ ഓരോരോ കാര്യങ്ങളും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ദുആയിൽ ഇനി മക്കളെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ ഉൾപ്പെടുത്തട്ടോ. എല്ലാവർക്കും എന്താ പറയുക, ഒക്കെ കൂടി നന്ദി പറയുകയാണ് ഞാൻ. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.